നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർലമെന്റിൽ സുരക്ഷാ വീഴ്ചയുണ്ടാക്കി അതിക്രമിച്ച് കയറി പ്രതിഷേധിക്കുകയും അറസ്റ്റിലാകുകയും ചെയ്തവർക്കെതിരെ ഭീകരവിരുദ്ധ കുറ്റങ്ങൾ ചുമത്തും. പാർലമെന്റിനകത്തും പുറത്തുമായി പ്രതിഷേധം നടത്തി അറസ്റ്റിലായവർക്കെതിരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ UAPA എന്നിവയും ചുമത്തും. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ലോക്സഭയ്ക്കുള്ളിൽ മഞ്ഞ പുക ബോംബ് ഉപയോഗിച്ചതിന് സാഗർ ശർമ്മ, D. മനോരഞ്ജൻ എന്നിവരും പുറത്ത് ചുവപ്പും മഞ്ഞയും പുക ബോംബ് ഉപയോഗിച്ച നീലം ദേവി, അമോൽ ഷിൻഡെ എന്നിവരുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരുടെ സഹായികളായ മറ്റ് രണ്ടുപേർ ലളിത്, വിക്കി ശർമ്മ എന്ന ഗുരുഗ്രാംകാരാണ്. പാർലമെന്റിന് പുറത്തെ പ്രതിഷേധം ക്യാമറയിലാക്കുകയും പ്രതിഷേധക്കാരുടെ മൊബൈൽ ഫോണുമായി ഇവിടെ നിന്ന് മുങ്ങിയ ആളുമാണ് ലളിത്. ഇയാൾ ഒളിവിലാണ്. പ്രതിഷേധിച്ചവരെ താമസിപ്പിച്ചതാണ് വിക്കി ശർമ്മയ്ക്കെതിരെയുള്ള കുറ്റം. ഇയാളും ഭാര്യയും പിടിയിലായിട്ടുണ്ട്. 4 പേരും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ചണ്ഡീഗഡ് പ്രതിഷേധത്തിനിടയിലാണ് ഇവർ കണ്ടുമുട്ടിയത്. 4 പേരും ഭഗത് സിംഗ് ഫാൻ ക്ലബ് എന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. 1.5 വർഷം മുമ്പ് ഇവർ മൈസൂരിൽ വെച്ച് കണ്ടുമുട്ടുകയും പ്ലാനിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇവർ കണ്ടുമുട്ടിയത് 9 മാസം മുമ്പ് കർഷക സമരത്തിൻ്റെ ഭാഗമായി ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു. ഈ ജൂലൈയിൽ ലക്നൌവിൽ നിന്നും ഡൽഹിയിലെത്തിയ സാഗർ ശർമ്മ പാർലമെന്റിന് പുറത്തു നിന്നും സന്ദർശിച്ചിരുന്നു. എന്നാൽ അകത്ത് കയറാനായിരുന്നില്ല. ഞായറാഴ്ച ഡൽഹിയിലെത്തിയ പ്രതികൾ ഗുരുഗ്രാമിൽ വിക്കിയുടെ വീട്ടിൽ താമസിക്കുകയും ഇന്നലെ പ്രതിഷേധം പ്ലാൻ ചെയ്യുകയുമായിരുന്നു. മഹാരാഷ്ട്രയിലെ തൻ്റെ സ്ഥലത്ത് നിന്നും അമോൽ ഷിൻഡെയാണ് കാനിസ്റ്റർ സംഘടിപ്പിച്ചത്. അവ ഇന്നലെ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ കണ്ടുമുട്ടിയപ്പോൾ മറ്റുള്ളവർക്ക് നൽകി. 6 പേരും പാർലമെന്റിനുള്ളിലേക്ക് കടക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടത്. എന്നാൽ മനോരഞ്ജനും സാഗർ ശർമ്മയ്ക്കും മാത്രമാണ് പാസ് കിട്ടിയതെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇന്നലെ ഉച്ചയോടെ ഇവർ പാർലമെന്റിൽ കടക്കുകയും ചെയ്തു. ഭീകരവിരുദ്ധ സെല്ലിൻ്റെ ഡൽഹി യൂണിറ്റ് വരെ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ ദൃക്സാക്ഷികളായ കോൺഗ്രസ് MPമാരുടെ മൊഴിയെടുക്കും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള MPമാരുടെ സുരക്ഷ ഉറപ്പ് നൽകുകയും അന്വേഷണം നടന്നു വരികയുമാണെന്ന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്.